ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. റംസാൻ കരീം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് റംസാൻ സ്പെഷ്യലായിട്ട് ലോഡഡ് ഫ്രൈസ് ആണ്. കുഞ്ഞു മക്കൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ കറിക്ക് കൊണ്ടുവന്ന കോഴി ഉണ്ടെങ്കിൽ കുറച്ച് എടുത്ത് വെച്ചിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ഇതാണ് ലോഡഡ് ഫ്രൈസ്. കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. സാധാരണ നമ്മളെല്ലാവരും ഇത് ഹോട്ടലിൽ പോയിട്ടാണ് കഴിക്കൽ. വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണിത്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ. ഉരുളക്കിഴങ്ങും കുറച്ച് ചീസും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണിത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 3/4 കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് നീളത്തിൽ അരിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് 2 പ്രാവശ്യം കഴുകിയെടുക്കണം. ഇനി കുറച്ചധികം വെള്ളം തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കൂടുതൽ സമയം വേവിക്കേണ്ട ആവശ്യമില്ല. ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം ഒന്ന് സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയം പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് വരും. 2 മുതൽ 2.5 മിനിറ്റ് മാത്രം മതിയാവും ഇത് തിളച്ച് വരാൻ. ഈ സമയം തന്നെ നമുക്ക് വെള്ളത്തിൽ നിന്നും കോരിയെടുക്കണം. കൂടുതൽ വെന്ത് പോയാൽ നമുക്കിത് കറക്റ്റായിട്ട് ഒരു ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇനി നമുക്കിത് വീണ്ടും തണുത്ത വെള്ളം ഉപയോഗിച്ചൊന്ന് കഴുകിയെടുക്കണം. ഇങ്ങനെ 2 പ്രാവശ്യം കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ സ്റ്റാർച്ച് മുഴുവനും ഇല്ലാതാവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഴുകിയെടുക്കുന്നത്. ഇനി ഒരു തോർത്ത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം. അല്പം പോലും വെള്ളം ഇല്ലാത്ത രീതിയിൽ ഉണക്കിയെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ കീഴിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്താലും മതി. അതായത് ഇതുപോലെ തുടച്ചെടുത്തതിന് ശേഷം ഫാനിൻ്റെ കീഴിൽ ഒരു 5 മിനിറ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് മുഴുവനായിട്ടും ഡ്രൈ ആയി കിട്ടും. ഇപ്പം മുഴുവനായിട്ടും ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നല്ലപോലെ കുടഞ്ഞ് നമുക്ക് ഇത് മിക്സാക്കി എടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ കോൺഫ്ലോർ എത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നല്ലപോലെ ഫ്രൈ ആയി കിട്ടുകയുള്ളൂ. ഇനി കോൺഫ്ലോർ ചേർക്കാണ്ടും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം. പിന്നെ ഇതിനു വേണ്ടി ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുന്ന സമയം അല്പം ഒന്ന് തിക്കായിട്ട് തന്നെ കട്ട് ചെയ്യണം. കുറേ തിന്നായി പോയാൽ നമുക്ക് ഇത് ഓയിലിട്ടെടുക്കുന്ന സമയത്ത് വീണ്ടും തിന്നാവും. അപ്പോൾ കഴിക്കാൻ അത്ര അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി തിളച്ച് കൊണ്ടിരിക്കുന്ന എണ്ണയിലോട്ടിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കാം. ഒന്നിച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാതെ അല്പാൽപ്പം ഇട്ട് ഫ്രൈ ആക്കി എടുത്താൽ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടാനും അതേപോലെ തന്നെ പൊടിഞ്ഞു പോകാതിരിക്കാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ നല്ലപോലെ തിളക്കുന്ന എണ്ണയിലിട്ടതിന് ശേഷം മാത്രം ഫ്രൈ ആക്കി എടുക്കുക. ആദ്യത്തെ 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം മീഡിയം തീയിലേക്ക് കൊണ്ടുവന്ന് എല്ലാ ഭാഗത്തും ഓയിൽ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. ഇപ്പം അല്പം ഒന്ന് കളർ ചേഞ്ചായി വരുന്നുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് നമ്മൾ മീഡിയം തീയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇനി പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഈ സമയം നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ നമുക്കിതിൻ്റെ സൗണ്ടൊന്ന് മാറുമ്പോൾ തന്നെ ഇത് ഫ്രൈ ആയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവും. ഒരു കിലിക്കിലാ ശബ്ദം വരും. അപ്പം നമുക്ക് ഓയിലിൽ നിന്നും കോരി ബാക്കിയുള്ളതും കൂടി ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിന് വേണ്ടി 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് എല്ലില്ലാത്ത ചിക്കൻ. നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അൽഫാം മസാലയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ അൽഫാം മസാലയും പിന്നെ സോയാ സോസ് 1 ടീസ്പൂൺ തക്കാളി സോസ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇത്രയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു അരമണിക്കൂർ ഒന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അരമണിക്കൂർ കൊണ്ട് തന്നെ ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുളകൊക്കെ പിടിക്കും. അൽഫാം മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ടിക്ക പൗഡറോ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പൗഡറോ അതും ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ മുളക് പൊടി അല്പം കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊന്ന് റെഡിയാക്കി എടുക്കണം. 1/4 കപ്പ് കോൺഫ്ലോറും 1/4 കപ്പ് മൈദയും ലേശം ഉപ്പും
അല്പം പെപ്പർ പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തു. ഇനി ഇതിലേക്ക് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. ഇതിലേക്ക് മൈദ നന്നായിട്ട് കോട്ടാവണം. കോട്ടായി കഴിഞ്ഞാൽ ഈ മൈദയെല്ലാം ഒന്ന് കുടഞ്ഞെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി തിളക്കുന്ന എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രീ ആക്കി എടുക്കുക. ആദ്യത്തെ 1 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഫ്ലെയിം ലോയിലേക്ക് ആക്കിയതിന് ശേഷം ചിക്കൻ ഒന്ന് വേവുന്നവരെ ഫ്രീ ആക്കി എടുക്കുക. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഫ്രീ ആക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആക്കി എടുത്താൽ നമുക്ക് ഹോട്ടലിൽ നിന്നും വാങ്ങുന്ന അതേപോലെയുള്ള ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ വേണമെങ്കിലും നമുക്ക് ഫ്രീ ആക്കി എടുക്കാം. ഈ ചിക്കൻ ഫ്രൈ വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് വൈകുന്നേരം ചായയുടെ കൂട്ടത്തിലൊക്കെ ഇതുപോലെ ഫ്രൈ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി വെക്കാം. പൊട്ടറ്റോ ഫ്രൈ ചെയ്തു, അതേപോലെ തന്നെ ചിക്കനും ഫ്രൈ ചെയ്തു. പിന്നെ വേണ്ടത് മയോണൈസ് ആണ്. മയോണൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പെപ്പർ പൗഡറും ചേർത്തിട്ട് 15 സെക്കൻഡ് ഫുൾ സ്പീഡിൽ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിൽ 1 മുട്ടയും 2 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ, ഇനി ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ, ഫ്ലേവറില്ലാത്ത ഓയിൽ ഒരു 3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഒഴിച്ചു കൊടുത്തതിന് ശേഷം 15 സെക്കൻഡ് ഫുൾ സ്പീഡിൽ തന്നെ ബ്ലെൻഡ് ചെയ്യണം. വീണ്ടും ഓയിൽ ഒഴിച്ചു കൊടുക്കണം, വീണ്ടും ബ്ലെൻഡ് ചെയ്യണം. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വിനേഗറും കൂടി ചേർത്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ല, കാരണം വീഡിയോ ഇപ്പോൾ തന്നെ വളരെ ലെങ്തിയാണ്. ഇനി ഈ മയോണൈസിലേക്ക് 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു. ഇനി നമുക്കെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിന് വേണ്ടി ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിൽ ആദ്യം പൊട്ടറ്റോ ഫ്രൈ ഇട്ട് കൊടുത്തു. പിന്നെ ഈ മയോണൈസ് മിക്സ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇട്ട് കൊടുക്കണം. ഇതുപോലെ തന്നെ ഓരോ ലെയറും ചെയ്തെടുക്കാം. നമുക്ക് ഈ പൊട്ടറ്റോയും ചിക്കനൊക്കെ തീരുന്നത് വരെയും ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ ചീസൊക്കെ എത്രത്തോളം കൂടുതൽ ചേർക്കുന്നുവോ അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും. ഞാൻ 2 മുട്ടയുടെ മയോണൈസാണ് ഇതിലേക്ക് വേണ്ടി ആക്കിയിട്ടുള്ളത്. ആദ്യം 1 ചെയ്തു, തികയാതെ വന്നപ്പോൾ വീണ്ടും 1 പ്രാവശ്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മയോണൈസ് വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അല്പം മതിയെങ്കിൽ 1 മുട്ടയുടെ മയോണൈസ് തന്നെ മതിയാകും. ഇനി നമുക്കിത് തീരുന്നത് വരെയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ ഇത് ഹോട്ടലിൽ നിന്നും വാങ്ങാൻ നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, ചെറിയ ചിലവ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണിത്. നോമ്പ് നോക്കിയ മക്കൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ചെറിയ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ നോമ്പ് തുറക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്ത് മക്കൾക്ക് കൊടുക്കണം. ഇത് പുതിയ റെസിപ്പി ഒന്നും പറയാനില്ല, എന്നാൽ നമ്മൾ വീട്ടിലുണ്ടാക്കാത്ത ഒരു ഐറ്റമാണിത്. പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും കൂടി പറ്റും. അപ്പോൾ അതാ എല്ലാം കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഭാഗത്തും ഞാൻ ഇതേപോലെ ചീസെല്ലാം നന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുത്തു. പിന്നെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് വേണ്ടത് ജസ്റ്റ് ഒരു ചിക്കൻ ഇങ്ങനെ വെറുതെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ അടിയിൽ നല്ലോണം ഇട്ടിട്ടുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിക്കനും ചീസൊക്കെ നല്ലപോലെ ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഏറ്റവും മുകളിലായിട്ട് ചീസിൻ്റെ മീതെ ചിക്കൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സോസും നല്ലോണം ഒഴിച്ചു കൊടുക്കണം. റെസ്റ്റോറൻറ്റിലെ അതേ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒറിഗാനോ അല്പം ഒന്ന് വിതറി കൊടുത്തു. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, ഉണക്ക മുളക് ചതച്ചത്, അതും ഒന്ന് വിതറി കൊടുത്തു. ഒരു 3-4 ഡ്രോപ്സ് കെച്ചപ്പും ഒന്ന് ഒഴിച്ചു കൊടുത്തു. വളരെ കുറച്ച് മതി. ഇത് മെൽറ്റായിട്ട് കാണുന്ന സമയത്ത് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണിത്. ഇത് സെറ്റ് ചെയ്യുന്ന സമയം തന്നെ ഒരു അലുമിനിയം പാത്രം, അടികട്ടിയുള്ള പാത്രം ആയിരിക്കണം. ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ ഫ്ലെയിമിൽ 5 മിനിറ്റ് ചൂടാൻ വെച്ചു. ഇനി ഇതിൻ്റെ മീതെ ഒരു റിങ് വെച്ചു കൊടുത്തതിന് ശേഷം ലോഡഡ് ഫ്രൈൻ്റെ പാത്രം വെച്ചു കൊടുക്കണം. എന്നിട്ട് മൂടിയതിന് ശേഷം മീഡിയം തീയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. പാത്രം മൂടിക്കഴിഞ്ഞാൽ നല്ലൊരു വെയിറ്റ് വെച്ച് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആവി ഒട്ടും പുറത്ത് പോവാതെ നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്ത അതേ രീതി തന്നെ കിട്ടും. അപ്പോൾ അത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തെടുക്കാം. അടിപൊളി ടേസ്റ്റുള്ള ലോഡഡ് ഫ്രൈ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.
ഇനിയും പുതിയ പുതിയ നല്ല നല്ല റംസാൻ വിഭവവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.